ദിവസങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു കേസാണ് മിനി സിവിൽ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണം. ആ കാര്യം നമുക്കറിയാം. മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണം കഴിഞ്ഞ മുമ്പ് എം എൽ എ ആയിരുന്ന അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കൊളുത്തുങ്ങൽ MLA അദ്ദേഹവും കളക്ടറും അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥരെല്ലാവരും കൂടി നിർമ്മാണ ഉദ്ഘാടനം നടത്തിയിട്ടാണ് അദ്ദേഹം ഇലക്ഷനെ നേരിട്ടത്. അതിനുശേഷം ഇപ്പോൾ വരുന്ന പ്രചരണം എന്ന് പറയുന്നത്, വ്യാജ പ്രചരണം എന്ന് പറയുന്നത്, മിനി സിവിൽ സ്റ്റേഷന് പുതിയ സ്ഥലം കണ്ടെത്തണമെന്നും പറഞ്ഞ് അത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളൊക്കെ നടക്കുന്നു. ആ പ്രചരണങ്ങള് തെറ്റാണെന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. നിലവിൽ പോലീസിന്റെ അധീനതയിലിരുന്ന ഭൂമിയാണ്, ഈ റവന്യൂ ഭൂമിയാണ് ഈ പറയുന്ന സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കാൻ വേണ്ടി കണ്ടെത്തിയ 50 സെന്റ് എന്ന് പറയുന്ന സ്ഥലം. അതായത് പോലീസിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്, പോലീസിന്റെ അധീനതയിലിരുന്ന റവന്യൂ ഭൂമിയാണ്. ഈ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അത്. ആ ഭൂമിയിലാണ് നിർദ്ദിഷ്ട മിനി സിവിൽ സ്റ്റേഷൻ വരാൻ പോകുന്നത്. അവിടെ നിലവിൽ അളന്ന് തിട്ടപ്പെടുത്തി, അതായത് അന്നത്തെ ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെയുള്ള ആളുകൾ താലൂക്ക് സർവേയറുമായി ബന്ധപ്പെട്ട് സർവേ നടത്തി അളന്ന് തിട്ടപ്പെടുത്തി ആ ഭൂമിയിൽ വലിയ ബോർഡടക്കം സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ഇന്ന ആവശ്യത്തിന് വേണ്ടിയുള്ള ഭൂമിയാണ് എന്ന് പറഞ്ഞുള്ള ഒരു ബോർഡടക്കം സ്ഥാപിച്ചിട്ടുണ്ട്. ആ ബോർഡ് സ്ഥാപിച്ച് അതിനുശേഷം അവിടെ ഒരു വലിയ ബിൽഡിംഗ് നിർമ്മിക്കുന്നതിന് വേണ്ടി എസ്റ്റിമേറ്റ് എടുത്തതിന് ശേഷം അവിടെ ആ എസ്റ്റിമേറ്റിന് പ്രകാരം അത് ടെൻഡറിന് ക്ഷണിച്ചു. ടെൻഡർ ക്ഷണിച്ചതിന് ശേഷം ആ ടെൻഡറിൽ 6 പേരും ടെൻഡറിൽ കോട്ട് ചെയ്തു. ആ കോട്ട് ചെയ്തതിൽ നിന്നും BC കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി ആ ടെൻഡർ അവർക്ക് ടെൻഡർ അംഗീകരിച്ചു. ആ ടെൻഡർ അംഗീകരിച്ചതിന് ശേഷം ഇനിയുള്ള പ്രവർത്തനമാണ് നടക്കേണ്ടത്. ഇപ്പൊ ഇലക്ഷൻ വന്നു, നോട്ടിഫിക്കേഷൻ വന്നു, ചെറിയ താമസമെല്ലാം വന്നു, നമുക്കറിയാം. ഇപ്പൊ നിലവിലെ MLA ആയിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് MJ സെബാസ്റ്റ്യൻ ചെയ്യേണ്ടത് ഈ BC കൺസ്ട്രക്ഷൻ ടെൻഡർ എടുത്ത ഈ മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണം എഗ്രിമെന്റ് അവരെ കൊണ്ട് വെപ്പിച്ച് ഉടൻ നിർമ്മാണ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത്. ആ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകേണ്ട ഒരു സമയം, എത്രയും പെട്ടെന്ന് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ആവശ്യം. കാരണം ഈരാറ്റുപേട്ടയിലെ പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകളെല്ലാം തന്നെ ആ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് വരും. നമുക്ക് പെട്ടെന്ന് തന്നെ ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് ഒരു ബിൽഡിങ്ങിൽ തന്നെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ നടത്താൻ പറ്റുന്ന സ്ഥാപനങ്ങളെല്ലാം വരും. നമുക്ക് ഭയങ്കര ഉപകാരപ്പെടുന്ന സാധനമാണ്. അപ്പം നമ്മുടെ MLA ശ്രീ പ്രിയപ്പെട്ട MJ സെബാസ്റ്റ്യൻ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഈ BC കൺസ്ട്രക്ഷനുമായി അവരുമായി ബന്ധപ്പെട്ടും ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടും എഗ്രിമെന്റ് വെച്ച് ആ വർക്കുമായി മുമ്പോട്ട് പോകുന്നുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. പക്ഷെ നേരെ മറിച്ച് ഈ സാമൂഹ്യ മാധ്യമത്തിൽ ജനകീയ ഫോറമാണോ ഏതോ ഒരു ഫോറം ഉൾപ്പെടെയുള്ള ആളുകൾ MLA കഴിഞ്ഞ ദിവസം പോയി കാണുന്ന ഒരു പോസ്റ്റർ കാണാനിടയായി. അത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടികൾ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പോസ്റ്ററുകൾ കാണാനിടയായി. ഇനിയിപ്പോൾ അവിടെ നിർമ്മാണം നടത്തുക എന്നുള്ളതേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഒരു സ്ഥലം കിട്ടി, ആ സ്ഥലത്ത് എസ്റ്റിമേറ്റ് എടുത്ത് അവിടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചാലേ ഉള്ളൂ. ഒരു സ്ഥലം ഉണ്ടെങ്കിലേ ഉള്ളൂ അവിടെ ആ സ്ഥലത്ത് നിർമ്മാണം നടത്താൻ വേണ്ടിയുള്ള എസ്റ്റിമേറ്റ് എടുക്കാൻ പറ്റുള്ളൂ. എസ്റ്റിമേറ്റ് എടുത്താലല്ലേ ഉള്ളൂ ടെൻഡർ ഇടാൻ പറ്റുള്ളൂ. ടെൻഡർ ഇട്ടാലല്ലേ ഉള്ളൂ ഒരു കമ്പനിക്ക് കോട്ട് ചെയ്ത് ടെൻഡർ നടപടികളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ജനങ്ങളെ അപകടത്തിലാക്കുന്ന രീതിയിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രചരണത്തിലുള്ള ആളുകൾ പിന്മാറണമെന്നാണ് നമുക്ക് ഈ വാർത്താ സമ്മേളനത്തിൽ അതുകൂടി സൂചിപ്പിക്കാനുള്ളത്.